C5 ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. കാണൂ മുഴുവൻ എപ്പിസോഡുകളും സൗജന്യം. ഇതെന്താ എല്ലാരും പെരിച്ചാഴി പന്തം കണ്ടതുപോലെ? ഒരു വീട്ടിലേക്ക് ആൾക്കാർ വരുമ്പോ ഇങ്ങനെയാണോ ശാരദാമ്മേ? ഇതാണോ ശാലിനി നിന്റെ വീട്ടുകാരുടെ മര്യാദ? എന്റെ വീട്ടുകാരും മര്യാദ ഉള്ളവര് തന്നെയാ. നല്ല ദേഷ്യം വരുന്നുണ്ട്. അപ്പൊ നന്നായിട്ടങ്ങ് പൊള്ളി തുടങ്ങി. എന്നിട്ടാണോ അകത്തേക്ക് വിളിക്കാതെ ഇങ്ങനെ വീട്ടുവാതിക്കെ തന്നെ നിർത്തിയിരിക്കുന്നേ? അകത്തേക്ക് വരണം. ആ ശാലിനി വാ. എല്ലാവരുടെയും മുഖം കണ്ടിട്ട് ഒരു പാകിസ്ഥാൻ പട്ടാളക്കാരൻ ഇന്ത്യൻ ക്യാമ്പിനകത്ത് പ്രവേശിക്കാൻ ശ്രമിക്കുന്ന പ്രതീതിയുണ്ടല്ലോ. ഒന്ന് പ്ലസന്റ് ആവും എല്ലാവരും. ഒരു സന്തോഷ വാർത്ത പറയാൻ പോവാ. കാര്യം എന്താന്ന് നിങ്ങളൊക്കെ ഊഹിച്ചു കാണുമല്ലോ. രാഘവൻ നായരുടെയും സത്യഭാമയുടെയും മകൻ വിഷ്ണുവിനും UK ജോലി ചെയ്യുന്ന രാജശേഖരന്റെയും സരളയുടെയും മകൾ സുസ്മിതയ്ക്കും വിവാഹം. ചേരേണ്ടത് തമ്മിലാണല്ലോ ചേർക്കേണ്ടത്. കുതിരയും കഴുതയും തമ്മിൽ ചേർക്കാൻ പറ്റില്ലല്ലോ. അതൊക്കെ പോട്ടെ. തോറ്റുപോയവളുടെ ഒരു രോദനമല്ലേ, അതൊക്കെ ഞാനങ്ങ് വിട്ടു. അപ്പോ നമുക്ക് കാര്യത്തിലേക്ക് കിടക്കാം. ഒരു ശുഭകാര്യം നടക്കുമ്പോ എല്ലാം അതിന്റെ മുറയ്ക്ക് വേണമല്ലോ. ഭാമാൻറ്റി, ഇപ്പോഴത്തെ ഇവളുടെ അമ്മായിയമ്മ, പ്രത്യേകം പറഞ്ഞിട്ടാ ഞങ്ങൾ വന്നത്. ഞങ്ങളുടെ കല്യാണക്കുറിയാ. ഇവളുടെ മുന്നിൽ വെച്ച് തന്നെ ഇത് ശാരദാമ്മയ്ക്ക് നൽകണമെന്നുള്ളത് എന്റെ ഏറെ നാളത്തെ ഒരു സ്വപ്നമായിരുന്നു. ഇതെന്താ കല്യാണക്കുറി വാങ്ങാത്തെ? വാങ്ങിക്ക് ശാരദാമ്മേ. കുടുംബം ഇങ്ങനെ നീറുന്നത് കാണാൻ എന്ത് രസോ ശാലിനി. മെയിൻ ഐറ്റം ഇനി വരാൻ പോകുന്നതേ ഉള്ളൂ.
ശരി ചേച്ചി. നിങ്ങളും കൂടി എന്നെ കുറ്റപ്പെടുത്തരുത്. എന്നെ ഇവിടെ കണ്ടപ്പോ ഞാൻ എന്താ ഇവിടെ നിന്ന് ചോദിക്കാനുള്ള സാവകാശം നിനക്ക് കിട്ടിയില്ല. ഭർത്തൃ വീട്ടിൽ നിന്ന് വിരുന്ന് വന്നതാണെന്ന് ധരിച്ചെങ്കിൽ നിനക്ക് തെറ്റി. രാജീവ് സാറിന്റെ വീട്ടുകാര് എന്നെ ഇവിടെ നട തള്ളിയതാ എന്നേക്കുമായി. ശരി ചേച്ചി. ഹോട്ടലിനും വീടിനും പകരമായിട്ട് 30 പവൻ സ്വർണ്ണമെന്നും പറഞ്ഞ് രാജേശ്വരി അമ്മയ്ക്ക് കൊടുത്ത ആഭരണം മൊത്തം മുക്കായിരുന്നു. അത് തിരിച്ചറിഞ്ഞപ്പോ അവരെന്നെ അവിടെ നിന്ന് അടിച്ചിറക്കി. കൊണ്ടുപോയി കൊടുത്ത ആഭരണങ്ങളും എന്റെ ഡ്രസ്സുകൾ അടങ്ങിയ ബാഗും ഒക്കെ മുഖത്തെറിയുന്ന പോലെ ഇവിടെ ഉപേക്ഷിച്ചിട്ട് അവര് പോയത്. വിഷ്ണുവേട്ടന്റെ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോ നീ കൊണ്ടുവന്ന ബാഗുണ്ടല്ലോ, അതിനടുത്ത് തന്നെ വെച്ചിട്ടുണ്ട് എന്റെ ബാഗും. ഇനി അതിനൊന്നിനും അവിടെ നിന്നൊരു ഇളക്കം ഉണ്ടാവുന്നുള്ള പ്രതീക്ഷ വേണ്ട. എന്നെ തിരിച്ചു കൊണ്ടുപോകാൻ അമ്മ വിജയന്റെ കൂടെ കരഞ്ഞ് അപേക്ഷിച്ചപ്പോ അവരുടെ മറുപടി എന്തായിരുന്നു എന്നറിയോ? എന്നെ ഇവിടെ വേണ്ടെന്നുണ്ടെങ്കിൽ കുടുംബശ്രീ ഹോട്ടലിലെ കണ്ണാടി കൂട്ടലെടുത്ത് വെച്ച് വിൽക്കാൻ. ഇനിയൊരു രാത്രി കൂടി ഇരുണ്ട് വെളുത്താൽ എനിക്കൊപ്പം കണ്ണാടിക്കൂട്ടിലിരിക്കാൻ ഒരാളും കൂടിയായി. ഹൃദയത്തിലൊരു വാള് തറഞ്ഞു നിൽക്കുമ്പോഴാ നീയും കൂടെ പിന്നീട് അമ്മയെ കുത്തിയത്. എന്റെ സംശയം ശരിയാണെങ്കിൽ അമ്മ ഇനി അധികകാലം നമ്മുടെ കൂടെ ഉണ്ടാവില്ല ശാലിനി. ശരി ചേച്ചി, നിക്ക്. ശരി ചേച്ചി, എന്തായി പറയുന്ന? അമ്മയുടെ മട്ടും ഭാവമൊക്കെ കണ്ടിട്ട് എന്തോ തീരുമാനിച്ചുറപ്പിച്ച ലക്ഷണമുണ്ട്. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.